യുദ്ധബാധിത ഗാസയിൽ പോളിയോ വാക്സിനേഷൻ ഡ്രൈവ് നടത്തുന്നതിനായി താൽക്കാലിക വെടിനിർത്തൽ ഇടവേളകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച് ഇസ്രായേൽ. പോളിയോ ബാധിച്ച് 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ശരീരം പൂർണ്ണമായും തളർന്നതിനെ തുടർന്നാണ് വാക്സിനേഷൻ ഡ്രൈവ്. ഗാസ മുനമ്പിലുടനീളം ഏകദേശം 6,40,000 കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകാനാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. പോളിയോ വാക്സിനേഷൻ ഡ്രൈവ് ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ റിക് പിപ്പർകോൺ പറഞ്ഞു. ഗാസ മുനമ്പിന്റെ തെക്ക്, വടക്ക്, മധ്യഭാഗങ്ങളിലായി 3 ഘട്ടങ്ങളായാണ് വാക്സിനേഷൻ നടക്കുക. ഇതിനായി ഓരോ ഘട്ടത്തിലും പ്രാദേശിക സമയം രാവിലെ 6 മണിക്കും വൈകിട്ട് 3 മണിക്കുമിടയിൽ തുടർച്ചയായി 3 ദിവസത്തേക്ക് പോരാട്ടം താൽക്കാലികമായി നിർത്തും. ക്യാമ്പയിനായി നോവൽ ഓറൽ പോളിയോ വാക്സിൻ ടൈപ്പ് 2വിന്റെ 1.26 മില്യൺ ഡോസുകൾ ഇതിനകം ഗാസയിൽ എത്തിച്ചു. 4 ലക്ഷം അധിക ഡോസുകൾ ഉടൻ എത്തുമെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. UN ജീവനക്കാരും മറ്റ് പ്രാദേശിക ആരോഗ്യ പ്രവർത്തകരും ചേർന്നാണ് വാക്സിനേഷൻ നടത്തുക. വാക്സിൻ നൽകുന്നതിനായി 2000-ലധികം ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകർക്ക് പരിശീലനവും നൽകിയിട്ടുണ്ട്. എന്നാൽ വാക്സിനേഷൻ ഡ്രൈവിനായുള്ള മാനുഷിക ഇടവേളയെ വെടിനിർത്തലായി കരുതേണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.